ഓം ശരവണ ഭവായ നമ. എല്ലാവർക്കും നമസ്കാരം. വേൽമുരുക ജ്യോതിഷം ചാനലിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാർത്തിക നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങളടങ്ങുന്ന ഒരു ചെറിയ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പ്രതികൂല നക്ഷത്രങ്ങൾ, ദശാകാലങ്ങൾ, ദശാകാല ദോഷസമയത്ത് ചെയ്യേണ്ട പരിഹാരങ്ങൾ, വിവാഹ പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ, ഇവർ ശോഭിക്കുന്ന തൊഴിൽ മേഖലകൾ, കൈവട്ടകയുടെ ആകൃതിയിലുള്ള 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം കാൽഭാഗം മേടക്കൂറിലും 3/4 ഭാഗം ഇടവക്കൂറിലുമാണ്. ഗണം അസുരഗണമാണ്. യോനി സ്ത്രീ യോനി, മൃഗം ആട്, പക്ഷി പുല്ല്, വൃക്ഷം അത്തി, ദേവത അഗ്നി, ഭൂതം ഭൂമി, ഭാഗ്യനിറം ചുമപ്പ്, ഉപാസനാമൂർത്തി സുബ്രഹ്മണ്യ സ്വാമി, ദുർഗാ ദേവി, ദശാനാഥൻ രവി, ഭാഗ്യസംഖ്യ 1. ഈ നക്ഷത്രക്കാർ ധരിക്കേണ്ട രത്നം വജ്രം, മാണിക്യം. ഭാഗ്യ ദിവസം ഞായർ ദിവസം. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ മകയിരം, പുണർദം, ആയില്യം, അനിഴം, തൃക്കേട്ട, പൂരാടം, ഉത്രാടം. ഈ നക്ഷത്രങ്ങൾ ഉള്ളവരുമായി യാതൊരുവിധ ഇടപാടുകളും നടത്താതിരിക്കുക. ഈ നക്ഷത്ര ദിവസങ്ങളിൽ ശുഭകാര്യം നടത്താതിരിക്കുന്നതും ഏറെ ഗുണം ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രവിദശയിലാണ് തുടക്കം. രവിദശ 6 വർഷമാണ് ഉള്ളത്. ഇവിടെ 6ൻ്റെ പകുതി 3 വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. രവിദശ 3 വയസ്സ് വരെയാണ്. 3 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ചന്ദ്രദശയും 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ കുജദശയുമാണ്. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെ രാഹുർ ദശയുമാണ്. 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെ വ്യാഴദശയുമാണ്. 54 വയസ്സ് മുതൽ 74 വയസ്സ് വരെ ശനിദശയുമാണ്. 74 വയസ്സ് മുതൽ 90 വയസ്സ് വരെ ബുധദശയുമാണ്. 90 വയസ്സ് മുതൽ 97 വയസ്സ് വരെ കേതുർ ദശയുമാണ്. ഈ നക്ഷത്രക്കാർക്ക് കുജദശയും വ്യാഴദശയും ബുധദശയും ദോഷകാലമായി കാണപ്പെടുന്നു. കുജദശ തുടങ്ങുന്നത് 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയാണ്. കുജദശാകാലത്തെ ദോഷ പരിഹാരം, അതിന് ചെയ്യേണ്ടതായിട്ടുള്ള
വഴിപാടുകൾ. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി 12 മാസം നടത്തുക വേണം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകം, അർച്ചന, ഭഗവാന് നാരങ്ങാമാല സമർപ്പണം 9 മാസം മുടങ്ങാതെ നടത്തുകയും വേണം. അങ്ങനെ ചെയ്താൽ ഈ കുജദശാകാലത്തുള്ള ദോഷത്തിന് പരിഹാരമാകും. വ്യാഴദശ 38 വയസ്സ് മുതൽ 54 വയസ്സ് വരെയാണ്. വ്യാഴദശാകാലത്ത് നടത്തേണ്ടതായ വഴിപാടുകൾ: മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുകയും അർച്ചന നടത്തുന്നതും ഏറെ ഗുണം ചെയ്യും. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പണം, പാൽപായസം 18 മാസം നടത്തുന്നതും ഈ ദോഷത്തിന് പരിഹാരമാകും. ബുധദശ 74 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുമാണ്. ഈ ബുധദശാകാലത്ത് നടത്തേണ്ടതായ വഴിപാടുകൾ: ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പാൽപായസം നടത്തുക, തുളസിമാല ഭഗവാന് സമർപ്പിക്കുക, കദളിപ്പഴ നിവേദ്യം ഭഗവാന് നിവേദിക്കുക. ഇപ്രകാര വഴിപാട് 12 മാസം മുടങ്ങാതെ നടത്തുകയും വേണം. ഈ ദോഷത്തിന് പരിഹാരവുമാകും. വിവാഹത്തിന് പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മേടക്കൂറിലെ കാർത്തിക നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള പുരുഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക, തിരുവാതിര, പൂയം, മകം, പൂരം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രം സ്ത്രീ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള പുരുഷ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, തിരുവാതിര, പൂയം, ഉത്രം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മേടക്കൂറിലെ കാർത്തിക നക്ഷത്രം പുരുഷ നക്ഷത്രമാണെങ്കിൽ പൊരുത്തമുള്ള സ്ത്രീ നക്ഷത്രങ്ങൾ: ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, തൃക്കേട്ട, അവിട്ടം. ഇടവക്കൂറിലെ കാർത്തിക നക്ഷത്രം പുരുഷ നക്ഷത്രമാണെങ്കിൽ സ്ത്രീ നക്ഷത്രം:
കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, അവിട്ടം. ഇവിടെ പറഞ്ഞിട്ടുള്ള ദശാകാലങ്ങളുടെ കാര്യങ്ങളിൽ ജാതകങ്ങളിലെ ഗ്രഹസ്ഥാന മാറ്റങ്ങൾ കൊണ്ട് ഫലങ്ങൾക്ക് മാറ്റം വരാം. ഇത് പൊതുഫലം മാത്രമായിട്ടാണ് ഞാൻ ദശ പറഞ്ഞിട്ടുള്ളത്. നക്ഷത്ര പൊരുത്തങ്ങൾ പറഞ്ഞിരിക്കുന്നതും മധ്യമം ഉത്തമമായിട്ടുള്ള പൊരുത്തങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഗ്രഹനിലയിലുള്ള പൊരുത്തം കൂടെ നിർണയിച്ചതിന് ശേഷം മാത്രമാണ് പൂർണ്ണമായിട്ടും പൊരുത്തമായി കണക്കാക്കാൻ പറ്റുള്ളൂ. നക്ഷത്ര പൊരുത്തം മാത്രമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് ഇവർ ശോഭിക്കുന്നത് എന്ന് നോക്കാം. കൂടുതലും വിദേശത്ത് ജോലി ലഭിക്കാനാണ് സാധ്യത. കമ്പ്യൂട്ടർ രംഗം, ബിസിനസ് മേഖല, പോലീസ്, പട്ടാളം, ജലവുമായി ബന്ധമുള്ള തൊഴിൽ, ആരോഗ്യ മേഖല, ഈ ഭാഗങ്ങളിലെല്ലാം ഇവർ ശോഭിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. വേൽമുരുക ജ്യോതിഷം ചാനലിൽ വരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജ്യോതിഷപരവും വാസ്തുപരവുമായ നല്ല അറിവുകൾ നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജഗദീശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.